എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനുഷാർ കരുനാഗപ്പള്ളി. അപ്പൊ നമ്മൾ SCRT സ്മാർട്ട് വർക്ക്ഔട്ട് ചലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനകത്തെ 5ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ 4 പാഠങ്ങൾ അറിയാലോ എല്ലാം. ഒറ്റയല്ലൊരു ജീവിയും, വ്യാധികൾ പടരാതിരിക്കാൻ, ജലം നിത്യജീവിതത്തിൽ, ദെൻ അതേപോലെ തന്നെ ലാസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് ജീവനുള്ള വിത്തുകൾ. ഈ 4 ചാപ്റ്റേഴ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്ന് 5ാമത്തെ ചാപ്റ്റർ ആണ് കയ്യെത്തും ദൂരത്ത് ആകാശം. ഈ 5ാമത്തെ ചാപ്റ്റർ ആണ് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ക്ലാസ് ആദ്യ അവസാനം വരെ കാണുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്കറിയാം എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ജീവനുള്ള വിത്തുകൾ എന്ന പാഠത്തിൽ നിന്ന് ഒരു 10 ചോദ്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാണ്. ആ ചോദ്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സ് ഓൺ ആക്കി വെക്കുക. 1, 2, 3, 4 എന്ന് നമ്പർ ഇട്ട് നിങ്ങളുടെ ഉത്തരം ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്ന് കമന്റ് ചെയ്യുക. ദെൻ നിങ്ങളുടെ മാർക്ക് നോക്കുക കേട്ടോ. മാർക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സ് ഓൺ ചെയ്തോളൂ. നമ്മുടെ 1ാമത്തെ ചോദ്യം ഇതാണ്. അനുകൂല സാഹചര്യങ്ങളിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനം. ഓപ്ഷൻ A ബീജാങ്കുരണം, ഓപ്ഷൻ B ബീജമൂലം, ഓപ്ഷൻ C ബീജശീർഷം, ഓപ്ഷൻ D വിത്ത് കുതിരൽ. ചോദ്യം ഇതാണ്. അനുകൂല സാഹചര്യങ്ങളിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനം ഏതാണത്? അനുകൂല സാഹചര്യങ്ങളിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനം ഏതാണ്? എല്ലാവർക്കും കിട്ടിക്കാണും. എല്ലാവരും കമന്റ് ചെയ്താണ്. A ആണോ, B ആണോ, C ആണോ, D ഒന്നെന്ന് ഇടുക. ദെൻ A ആണോ, B ആണോ, C ആണോ, D ആണെന്ന് കമന്റ് ചെയ്യുക. ഏതാണ്? ഓപ്ഷൻ A ആണ് അല്ലെ. ബീജാങ്കുരണമാണ് അല്ലെങ്കിൽ ജെർമിനേഷൻ ഓഫ് സീഡ് ആണ്. നമുക്കത് പറയുമ്പോഴേ അറിയാം. അനുകൂല സാഹചര്യങ്ങളിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് ബീജാങ്കുരണം. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ ചോദ്യം 2 ടൈപ്പ് ചെയ്യുക. അടുത്ത ഓപ്ഷൻ ഞാൻ വായിക്കാം. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത്. ഓപ്ഷൻ A ബീജപത്രം, ഓപ്ഷൻ B ബീജമൂലം, ഓപ്ഷൻ C ബീജശീർഷം, ഓപ്ഷൻ D ബീജാനം. കോട്ടിലിഡൻ ആണോ, റാഡിക്കിൾ ആണോ, പ്ലുമ്യൂൾ ആണോ, അതോ ബീജാനമാണോ? ഇതിലേതാണ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത്? എല്ലാരും കമന്റ് ചെയ്ത് കാണും അല്ലെ. എല്ലാവർക്കും അറിയാം. വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ച കാര്യമാണ്. ഏതാണ്? ഓപ്ഷൻ B ബീജമൂലമാണ്. റാഡിക്കിൾ ആണ്. നമുക്കറിയാം റാഡിക്കിൾ ആണ് പിന്നീട് റൂട്ട് സിസ്റ്റം ആയിട്ട് അല്ലെ നമ്മൾ പഠിച്ചു. റാഡിക്കിൾ ഡെവലപ്സ് ഇൻടു റൂട്ട് സിസ്റ്റം എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ഏതാണ്? ബീജമൂലമാണ്. ബീജമൂലം റാഡിക്കിൾ ആണ്. ദെൻ അടുത്ത 3ാമത്തെ ചോദ്യം. ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗം. ഓപ്ഷൻ A ബീജപത്രം, ഓപ്ഷൻ B ബീജമൂലം, ഓപ്ഷൻ C ബീജശീർഷം, ഓപ്ഷൻ D ബീജാനം. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗം ഏതാണ്? ഏതാണ്? എല്ലാവരും ടൈപ്പ് ചെയ്തോ? എല്ലാരും കമന്റ് ചെയ്തോ? കമന്റ് ചെയ്ത് കാണുമല്ലോ. നമ്മളറിയാം ബീജപത്രമല്ലെന്ന് നമുക്കറിയാം. ബീജമൂലമല്ലെന്ന് പറയാം. നമ്മൾ അത് മുമ്പ് പഠിച്ചു. ആദ്യം പുറത്തേക്ക് വരുന്നത് എന്താണ്? ബീജമൂലമാണ്. ഏതാണ് മുകളിലേക്ക് വരുന്നത്? നമ്മൾ പഠിച്ചു തലയിലേക്ക്, തല, ശീർഷം അങ്ങനെ വെച്ച് ഓർത്താൽ മതി. ഏതാണ്? ബീജശീർഷമാണ് അല്ലെ. ഓപ്ഷൻ C ബീജശീർഷമാണ് ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യം. ഇലകൾ ആഹാരം നിർമ്മിക്കുന്നതിന് പാകമാകുന്നത് വരെ സസ്യത്തിന് ആവശ്യമായ ആഹാരം നൽകുന്നത്. ഇലകൾ ആഹാരം നിർമ്മിക്കുന്നത് പാകമാകുന്നത് വരെ സസ്യത്തിന് ആവശ്യമായ ആഹാരം നൽകുന്നത്. ഓപ്ഷൻ A ബീജപത്രം, ഓപ്ഷൻ B ബീജമൂലം, ഓപ്ഷൻ C ബീജശീർഷം, ഓപ്ഷൻ D ബീജാനം. എല്ലാരും ഒന്ന് കമന്റ് ചെയ്തോ? കമന്റ് ചെയ്തോ? പോയി കമന്റ് ചെയ്യരുത്. ബീജാനം എന്ന് ആരും കമന്റ് ചെയ്യരുത്. കമന്റ് ചെയ്യരുത്. കമന്റ് ചെയ്തവരുണ്ടോ? ബീജാനം എന്ന് കമന്റ് ചെയ്യരുത്. ഏതാണ്? ഇലകൾക്ക് ആഹാരം നിർമ്മിക്കുന്നതിന് പാകമാകുന്നത് വരെ സസ്യത്തിന് ആവശ്യമായ ആഹാരം നൽകുന്നത് ആരാണ്? ബീജപത്രമാണെന്ന് നമുക്കറിയാം. ബീജപത്രം, ബീജപത്രം. ഓക്കെ. അപ്പൊ ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഉത്തരം. തെറ്റിപ്പോയെങ്കിലും കുഴപ്പമില്ല. തെറ്റിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം 5ാമത്തെ ചോദ്യം. ഇലമുളച്ചിയിൽ പുതിയ ചെടി ഉണ്ടാകുന്നത് ഏതു രീതിയിലാണ്? ഓപ്ഷൻ A വിത്ത് മുളച്ച്, ഓപ്ഷൻ B തണ്ടിൽ നിന്നും, ഓപ്ഷൻ C വേരിൽ നിന്നും, ഓപ്ഷൻ D ഇലയിൽ നിന്നും. ഇലമുളച്ചിയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇലമുളച്ചിയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നത് ഏത് രീതിയിലാണ്? കമന്റ് ചെയ്തോ എല്ലാരും? A ആണോ, B ആണോ, C ആണോ, D ആണോ? കമന്റ് ചെയ്തോ? ഏതാണ്? ഓപ്ഷൻ D ആണ് അല്ലെ. ഇലയിൽ നിന്നും എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ചോദ്യം.
സസ്യങ്ങളിൽ വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്ന പ്രക്രിയയാണ് ഡാഷ്. സസ്യങ്ങളിൽ വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്ന പ്രക്രിയ. ഓപ്ഷൻസ് വായിക്കാണ്. ഓപ്ഷൻ എ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ഓപ്ഷൻ ബി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ഓപ്ഷൻ സി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ഓപ്ഷൻ ഡി ബഡ്ഡിംഗ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ചോദ്യം ഇതായിരുന്നു. സസ്യങ്ങളിൽ വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്ന പ്രക്രിയയാണ്. ഏതാണ്? ഏതാണ്? എല്ലാരും കമന്റ് ചെയ്തോ. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ എ ആണ് അല്ലെ, കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സസ്യങ്ങളിൽ വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്ന പ്രക്രിയയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഏഴാമത്തെ ചോദ്യം, തെങ്ങിൽ വിത്ത് വിതരണം നടക്കുന്നത് ഏതിലൂടെ? ഓപ്ഷൻ എ ജലം വഴി, ഓപ്ഷൻ ബി ജന്തുക്കൾ വഴി, ഓപ്ഷൻ സി കാറ്റ് വഴി, ഓപ്ഷൻ ഡി പൊട്ടിത്തെറിച്ച്. തെങ്ങിൽ വിത്ത് വിതരണം നടക്കുന്നത് ഏതിലൂടെ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. തെങ്ങിൽ വിത്ത് വിതരണം നടക്കുന്നത് ഏതിലൂടെയാണ്? ഏതിലൂടെയാണ്? ഓപ്ഷൻ എ ജലം വഴിയാണ് അല്ലെ, ജലം വഴി, ജലം വഴി. കാരണം നമ്മൾ പറഞ്ഞു കായൽ തീരത്തൊക്കെ ഇഷ്ടംപോലെ തെങ്ങുകൾ നിൽക്കുന്ന കാണാം അല്ലെ, ജലാശയങ്ങളുടെ അടുത്തെല്ലാം ഒരുപാട് തെങ്ങുകൾ നിൽക്കാൻ സാധ്യതയുണ്ട്, നമ്മൾ കാണാറുണ്ട്. അതെന്താണ്? തെങ്ങിൽ വിത്ത് വിതരണം നടക്കുന്നത് ഏതിലൂടെയാണ്? ജലം വഴിയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, ജന്തുക്കൾ വഴി വിത്ത് വിതരണം ചെയ്യപ്പെടുന്നവയിൽ പെടാത്തത്. നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തിട്ട് വീണ്ടും റീപോസ് ചെയ്ത് കാണാം കേട്ടോ. ജന്തുക്കൾ വഴി വിത്ത് വിതരണം ചെയ്യപ്പെടുന്നവയിൽ പെടാത്തത്. ഓപ്ഷൻ എ ആൽമരം, ഓപ്ഷൻ ബി അസ്ത്രപ്പുല്ല്, ഓപ്ഷൻ സി പ്ലാവ്, ഓപ്ഷൻ ഡി വെണ്ട. ജന്തുക്കൾ വഴി വിത്ത് വിതരണം ചെയ്യപ്പെടുന്നവയിൽ പെടാത്തത് നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇതെല്ലാം ഏതിലൂടെയാണ് നടക്കുന്നതെന്നൊക്കെ പഠിച്ചതാണ്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ഡി ആണ് അല്ലെ, വെണ്ടയാണ്. അസ്ത്രപ്പുല്ലൊക്കെ ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടക്കുന്നതാണ്. നമ്മൾ ആ പടം ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. അപ്പം വെണ്ട എങ്ങനെയാണ്? പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടക്കുന്നതാണ് വെണ്ട. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഒമ്പതാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏകബീജപത്ര സസ്യത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഏകബീജപത്ര സസ്യത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ നാരുവേര് പടലം, ഓപ്ഷൻ ബി ശിഖരങ്ങളുള്ള തണ്ട്, ഓപ്ഷൻ സി സമാന്തര ശിരാവിന്യാസം ഉള്ള ഇലകൾ, ശിരാവിന്യാസം. ഓക്കെ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം തെറ്റാണ്. ചോദ്യം കേൾക്ക. ഏകബീജപത്ര സസ്യത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ് അല്ലെ, ശിഖരങ്ങളുള്ള തണ്ട് ആണ് തെറ്റായിട്ടുള്ളത്. നാരുവേര് പടലമാണ് ഏകബീജപത്രം, സമാന്തര ശിരാവിന്യാസമാണ്, ശിഖരങ്ങൾ ഇല്ലാത്ത തണ്ടാണ്, ശിഖരങ്ങൾ ഇല്ലാത്ത തണ്ടാണ് അതിന്റെ സവിശേഷത. അങ്ങനെയാണെങ്കിൽ അപ്പം ബാക്കിയെല്ലാം എന്തോത്തിന്റെ സവിശേഷതയാണ്? നാരുവേര് പടലം ആണെങ്കിൽ മറ്റേ നമ്മൾ പഠിച്ചു. ദ്വിബീജപത്രമാണെങ്കിൽ എന്താണ് അതിന്റെ പടലം? വേരുപടലം ഏതാണ്? താഴ്വേര് പടലമാണ്. ജാലിക ശിരാവിന്യാസമാണ്, ശിഖരങ്ങളുള്ള തണ്ടാണ് ദ്വിബീജപത്രത്തിന്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ചോദ്യം, പത്താമത്തെ ചോദ്യം, മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതി. ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ്, ഓപ്ഷൻ ബി എയറോപോണിക്സ്, ഓപ്ഷൻ സി അക്വാപോണിക്സ്, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതി മിക്കവാറും എക്സാം ചോദിച്ചിട്ടുള്ളതാണ്, കോമ്പറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതി ഏതാണ്? കമന്റ് ചെയ്ത എല്ലാരും. ഏതാണ്? ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ് ആണ് അല്ലെ, നമ്മൾ പഠിച്ചായിരുന്നു. എയറോപോണിക്സ് നമ്മൾ അതിന്റെ കൂടെ പഠിച്ചു, വെള്ളമോ ജലമോ വായുവോ ഇല്ലാതെ അല്ലെ നടത്തുന്നതാണ് എയറോപോണിക്സ് എന്ന് നമ്മൾ പഠിച്ചു. ഹൈഡ്രോപോണിക്സ് എന്താണ്? മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഏത്? ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ജലബാഷ്പം ഉപയോഗിച്ചാണ് എയറോപോണിക്സിനകത്ത് നടത്തുന്നത്. ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. കയ്യെത്തും ദൂരത്ത് അല്ലെ, കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന ചാപ്റ്റർ, അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. ആദ്യം തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ചിത്രമാണ്. നമുക്കറിയാം, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്.
പഠിക്കാത്തവരായിട്ട് ആരുമില്ല. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. നക്ഷത്രങ്ങൾ കൂട്ടിച്ചേർത്ത് വരച്ച് പണ്ടൊക്കെ നമുക്കത് വരയ്ക്കാൻ ഉൾപ്പെടെയുള്ള ഒരിതുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നോക്കി ഇവിടെ പറഞ്ഞേക്കുന്നത്, ആകാശത്ത് കാണുന്ന ഈ നക്ഷത്ര കൂട്ടത്തിലെ ഓരോ നക്ഷത്രയും പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം സങ്കല്പിക്കാം. ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണെന്നുമുള്ള കഥ ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ആൻഡ്രോമിഡ എന്നായിരുന്നു ആ രാജകുമാരിയുടെ പേര്. ഇതേ പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടം ഇന്നും അറിയപ്പെടുന്നത്. അപ്പൊ ഈ പെൺകുട്ടിയുടെ പേരിലുള്ള ആ ഒരു നക്ഷത്രക്കൂട്ടം അറിയപ്പെടുന്ന പേര് അതാണ് ആൻഡ്രോഡിമ എന്നാണ്. ഈ ആൻഡ്രോഡിമയുടെ ഒരു കഥ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് PDF ആയിട്ട് തരും. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് അത് വായിച്ച് നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് പോകാം. ആൻഡ്രോഡിമ എന്ന പേര് നിങ്ങൾ അവിടുന്ന് ഓർത്തിരുന്നോളുക, ആൻഡ്രോഡിമ. ഓക്കെ, അപ്പൊ ആ കഥ നിങ്ങളൊന്ന് വായിച്ചേക്കാം. എന്നാൽ കഥകൾക്ക് ഇപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ആളുകളും ഉണ്ടായിരുന്നു. അവരാണ് ജ്യോതിശാസ്ത്രജ്ഞർ. നമുക്കറിയാം അല്ലെ, ഇതിനെ പറ്റിയുള്ള പഠനം നടത്തുന്നവരെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ജ്യോതിശാസ്ത്രജ്ഞർ എന്ന്. അപ്പൊ ജ്യോതിശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് നമുക്കറിയാവുന്നവര്? ഗലീലിയോ, കോപ്പർനിക്കസ്, ന്യൂട്ടൺ, ഇവരെല്ലാം എന്താണ്? ജ്യോതിശാസ്ത്രജ്ഞന്മാരാണ്. ഇന്ത്യയിൽ ആര്യഭടൻ, ഭാസ്കരാചാര്യൻ തുടങ്ങിയ ജ്യോതിശാസ്ത്രജ്ഞരും ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ജ്യോതിശാസ്ത്രജ്ഞർ എന്താണ്, അവർ ആരൊക്കെയാണ്? അവർ ഗലീലിയോ ഉണ്ട്, കോപ്പർനിക്കസ് ഉണ്ട്, ന്യൂട്ടൺ ഉണ്ട്, അതേപോലെ തന്നെ ആര്യഭടൻ ഉണ്ട്, ദെൻ ഭാസ്കരാചാര്യൻ ഉണ്ട്. ഇവരെല്ലാം ആരാണ്? ജ്യോതിശാസ്ത്രജ്ഞരാണ്. അങ്ങനെയാണെങ്കിൽ നോക്കി, പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചതും അതത് പ്രദേശത്തെ ഐതിഹ്യങ്ങളെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു, ആൻഡ്രോഡിമ എന്ന ഒരു പേര് ഒരു പെൺകുട്ടിക്ക് നൽകി. എന്തിനു വേണ്ടിയാണ്? ആ നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയാണ് അങ്ങനൊരു പേര് നൽകിയത്. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ച് മനസ്സിലാക്കി. വരൾച്ച, മഴ, നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി. കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണെന്നറിയാമോ? പ്രാചീന കാലത്ത് നക്ഷത്ര നിരീക്ഷണം നടത്താനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ പ്രാചീന കാലത്ത് നക്ഷത്ര നിരീക്ഷണം മൂലം ഉപയോഗിച്ചിരിക്കുന്ന ഘടകങ്ങൾ, അല്ലെങ്കിൽ എന്തിനെല്ലാമാണ് നമ്മൾ അത് ഉപയോഗിച്ചിരുന്നത്, എന്തിനൊക്കെയാണ്? ദിക്കറിയാൻ. രണ്ടാമത്തത് കാലാവസ്ഥാ പ്രവചനത്തിന്. 3 സഞ്ചാരത്തിന്. 4 ആഘോഷങ്ങൾക്ക്. 5 കാർഷിക പ്രവർത്തനങ്ങൾക്ക്. ഈ 5 കാര്യം നിങ്ങൾക്ക് ഇവിടെ പഠിച്ചാൽ മതി. ഈ 5 കാര്യം പഠിച്ചാൽ മതി. എന്തൊക്കെയാണ്? 1 ദിക്കറിയാൻ വേണ്ടി, 2 കാലാവസ്ഥാ പ്രവചനത്തിന്, സഞ്ചാരത്തിന്, ആഘോഷങ്ങൾക്ക്, കാർഷിക പ്രവർത്തനങ്ങൾക്ക് എന്തുപയോഗിച്ചിരുന്നു? നക്ഷത്ര നിരീക്ഷണം നടത്തിയിരുന്നു. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ആൻഡ്രോഡിമ എന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കഥ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തതാണ് വേട്ടക്കാരൻ. ഓർത്തോളുക, ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്ര ഗണമാണ് വേട്ടക്കാരൻ. ഡിസംബർ മാസത്തില് സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണപ്പെടുന്ന നക്ഷത്ര ഗണത്തെ അറിയപ്പെടുന്ന പേര് എന്താണ്? വേട്ടക്കാരൻ എന്നാണ്. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാനാവും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്ര ഗണത്തിന് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഓറിയോൺ എന്നാണ്. ജസ്റ്റ് ഓർത്തിരിക്കാം, ഡിസംബർ മാസത്തിലെ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്ര ഗണത്തെ അറിയപ്പെടുന്ന പേര് വേട്ടക്കാരൻ, ഓറിയോൺ. ഓറിയോൺ എന്ന വേട്ടക്കാരനാണ് ആ പേര് മീൻസ് വേട്ടക്കാരനെ ഓറിയോൺ എന്നാണ് ആ ഒരു പേര്. അതേപോലെ തന്നെ ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ നക്ഷത്ര ഗണങ്ങളെ എല്ലാം യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വേട്ടക്കാരന്റെ രൂപം നമുക്ക് സങ്കല്പിക്കാൻ ആകും. ക്ലിയർ ആയോ? അപ്പൊ ഗ്രീക്കുകാര് അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്ര ഗണത്തിന് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത്
ഓറിയോൺ എന്നാണ്. ആൻഡ്രോഡിമ നമ്മൾ പഠിച്ചു. രണ്ടാമത്തത് ഓറിയോൺ. ഓറിയോൺ വേട്ടക്കാരൻ, ആൻഡ്രോഡിമ പെൺകുട്ടിയുടെ രൂപം. അടുത്തതാണ് സപ്തർഷികൾ. എന്താണ്? ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണിത്. അപ്പൊ സപ്തർഷികൾ എന്ന് പറയുന്നത് എന്താണ്? ദൂരദർശിനിയുടെ സഹായമില്ലാതെ എപ്പോഴാ ഇത് കാണപ്പെടുന്നത്? ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ. അപ്പൊ വേട്ടക്കാരൻ നമ്മൾ പറഞ്ഞു ഡിസംബർ മാസത്തിലെ കിഴക്കൻ ചക്രവാളത്തിലായിരുന്നു. ഇവിടെ സപ്തർഷികൾ എന്ന് പറയുന്നത് എന്താണ്? ഏപ്രിൽ മാസത്തിലെ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണം. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് ബിഗ് ഡിപ്പർ എന്നും അറിയപ്പെടുന്നത്. അർസാ മേജർ എന്ന നക്ഷത്രഗണത്തിന്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. ഇതുപോലെ ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ സപ്തർഷികളും നമ്മൾ പറഞ്ഞു, മറ്റേത് വേട്ടക്കാരൻ, then പെൺകുട്ടിയുടെ രൂപം വരുന്നത് ആൺകുട്ടി. ക്ലിയർ ആയോ? ഈ 3 കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാലോ. വേട്ടക്കാരൻ കാണപ്പെടുന്നത് എവിടെയാണ്? ഡിസംബർ മാസത്തിലെ കിഴക്കൻ ചക്രവാളത്തില്. സപ്തർഷികൾ എവിടെയാണ്? ഏപ്രിൽ മാസത്തിലെ വടക്കൻ ചക്രവാളത്തിൽ. ഇതിനെ തന്നെയാണ് ബിഗ് ഡിപ്പർ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു പ്രാചീന കാലത്ത് നക്ഷത്ര നിരീക്ഷണം നടത്താനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നും പറഞ്ഞു. ഇനി നോക്കിയേ, മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം എവിടെയാണെന്നറിയാമോ? ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ഓക്കെ. മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം എവിടെയാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. എന്നാൽ ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളത് എവിടെയാണെന്നറിയാമോ? അത് ബഹിരാകാശത്താണ്. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളത് എവിടെയാണ്? ബഹിരാകാശത്താണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. പഠിച്ചു വെച്ചോളുക. എന്താണ് ബഹിരാകാശം? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലം. അവിടെ വായു ഉണ്ടോ? ഇല്ല. വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് നമുക്ക് പോയി നിൽക്കാൻ സാധിക്കില്ല, അല്ലെ? പറന്ന് നടക്കാണ്. അപ്പം ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലത്തെ അറിയപ്പെടുന്ന പേരാണെന്ത്? ബഹിരാകാശം എന്നത്. അപ്പൊ നമ്മൾ പഠിച്ചോളുക. ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ് മരങ്ങൾ വളർന്നു നിൽക്കുന്നത്, പക്ഷികൾ പറക്കുന്നത്, വിമാനം പോകുന്നത്, അതേപോലെ തന്നെ മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം. എന്നാൽ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട്, വായുരഹിതമായ സ്ഥലമുണ്ട്. അതാണ് ബഹിരാകാശം. അവിടെയാണ് ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം ഉള്ളത്. സിമ്പിൾ ആയിട്ട് അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൽഫ സ്റ്റോറി എ 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ഈ ആൽഫ സെറ്റോറി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തത് സൂര്യൻ. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ. അടുത്ത ഭൂമി 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് 2.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് വേണ്ടുന്നത് അടുത്താണ്. നോക്കിക്കോളൂ. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ആ 2 സോഫ്റ്റ്വെയർ നിങ്ങൾ ഓർത്തിരുന്നോളുക. K-STAR-ഉം സ്റ്റെല്ലേറിയം. നമ്മൾ സ്കൂളുകളിലെല്ലാം കമ്പ്യൂട്ടറിൽ പഠിപ്പിക്കുന്നതാണ്. K-STAR, സ്റ്റെല്ലേറിയം പോലുള്ളവയിൽ വെച്ചാണ് നമ്മൾ ഇതിനെ പറ്റി എല്ലാം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നതും പഠിപ്പിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ 2 സോഫ്റ്റ്വെയറുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളുക. K-STAR, സ്റ്റെല്ലേറിയം. എന്താണ്? ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് K-STAR, സ്റ്റെല്ലേറിയം. 2 എണ്ണവും പഠിച്ചു വെച്ചോളുക കേട്ടോ. K-STAR, സ്റ്റെല്ലേറിയം. അടുത്ത് നോക്കിയേ, ബഹിരാകാശം എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. എന്നാൽ ബഹിരാകാശ നിലയം എന്താണെന്ന് നമുക്ക് പഠിക്കണം. എന്താണ് ബഹിരാകാശ നിലയം? ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും
പരീക്ഷണങ്ങൾ ചെയ്യാനും സൗകര്യമുണ്ട്. അതിനായി ബഹിരാകാശത്തൊരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. ബഹിരാകാശത്ത് നിന്ന് നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും ഒരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ബഹിരാകാശം എന്താണെന്ന് നമ്മൾ പഠിച്ചു, ബഹിരാകാശ നിലയം എന്താണെന്ന് പഠിച്ചു. എന്താ ബഹിരാകാശ നിലയം? പരീക്ഷണങ്ങൾ ചെയ്യാനും നിരീക്ഷണങ്ങൾ നടത്താനും ബഹിരാകാശത്തൊരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നോക്കി, അമേരിക്കയുടെ നാസ, റഷ്യ, ജപ്പാൻ, യൂറോപ്പ്, കാനഡ എന്നീ 5 രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി സ്ഥാപിതമായതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് ഏകദേശം 420 കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂമിയെ ചുറ്റുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് ഏകദേശം 420 കിലോമീറ്റർ ഉയരത്തിൽ ആരെ ചുറ്റുന്നു? ഭൂമിയെ ചുറ്റുന്നു. 92.68 മിനിറ്റിനുള്ളിൽ ഭൂമിയെ ചുറ്റിയുള്ള ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നു. അതിനാൽ ഒരു ദിവസം 16 തവണ ഇത് ഭൂമിയെ ചുറ്റുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് ബഹിരാകാശ നിലയത്തിന്റെ സേവനങ്ങൾ? നമ്മൾ പഠിച്ചു ബഹിരാകാശ നിലയം എന്തിനു വേണ്ടിയുള്ളതാണ്? പരീക്ഷണങ്ങൾ നടത്താനും നിരീക്ഷണങ്ങൾ നടത്താനും ഒക്കെയുള്ള സ്ഥലമാണ്, പരീക്ഷണശാലയാണ്. ബഹിരാകാശത്തുള്ള പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം എന്ന് പഠിച്ചു. അപ്പൊ ഇതിനകത്തുള്ള സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ജ്യോതിശാസ്ത്രം, കാലാവസ്ഥാ ശാസ്ത്രം, ഭൗതിക ശാസ്ത്രം തുടങ്ങിയ വിവിധ ശാസ്ത്ര മേഖലകളിൽ ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നു. ജ്യോതിശാസ്ത്രം, കാലാവസ്ഥാ ശാസ്ത്രം, ഭൗതിക ശാസ്ത്രം തുടങ്ങിയ വിവിധ ശാസ്ത്ര മേഖലകളിൽ ശാസ്ത്രീയ ഗവേഷണം, ബഹിരാകാശ പേടകങ്ങളും ഉപകരണങ്ങളും പരിശോധിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കും ഉപയോഗിക്കാം. ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ദീർഘകാല ദൗത്യങ്ങളുടെ ഇടത്താവളമായിട്ട് നമുക്ക് ഈ ബഹിരാകാശ നിലയം ഉപയോഗിക്കാൻ സാധിക്കും. ഭാവിയില് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ദീർഘകാല ദൗത്യങ്ങളുടെ ഇടത്താവളമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബഹിരാകാശ നിലയങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഫസ്റ്റ് ബഹിരാകാശ നിലയം ഏതാണെന്ന് ചോദിച്ചാൽ അത് സല്യൂട്ട് 1 ആണ് കേട്ടോ. ഓർത്തിരിക്കുക, സല്യൂട്ട് 1 ആണ് ആദ്യത്തെ ബഹിരാകാശ നിലയം. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സല്യൂട്ട് 1 ആണ്. ജസ്റ്റ് ടെസ്റ്റിനകത്തില്ല, അല്ലെങ്കിൽ നമ്മളൊന്ന് പഠിക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സല്യൂട്ട് 1 ആണ്. ഇത് സോവിയറ്റ് യൂണിയൻ ആണ് വിക്ഷേപിച്ചത്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1971 1971 ഏപ്രിൽ 19 സോവിയറ്റ് യൂണിയൻ ആണ് ഇത് വിക്ഷേപിച്ചത്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? സല്യൂട്ട് 1 ആണ്. അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഏതാണെന്ന് അറിയാമോ? സ്കൈലാബ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്കൈലാബ് ആണ്. അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നതും ആദ്യത്തെ മോഡുലാർ ബഹിരാകാശ നിലയം ഏതാണെന്ന് ചോദിച്ചാൽ അത് മിർ ആണ്. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. മിർ എന്താണ്? മിർ ആദ്യത്തെ മോഡുലാർ ബഹിരാകാശ നിലയം. അല്ല എങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ മുൻഗാമി, അത് കഴിഞ്ഞിട്ടാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വരുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? മിർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ബഹിരാകാശത്തിന്റെ ചിത്രം നിങ്ങൾ കണ്ടല്ലോ. പരീക്ഷണങ്ങൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? നോക്കിയേ, പരീക്ഷണങ്ങൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബഹിരാകാശത്തിന്റെ സവിശേഷതകൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഡെഫിനിഷൻ പഠിച്ചായിരുന്നു. എന്താണ്? അന്തരീക്ഷത്തിന് പുറത്ത് വായുരഹിതമായ സ്ഥലം, അല്ലെ? വായുരഹിതമായ ഒരു സ്ഥലമാണ് എന്ത്? ബഹിരാകാശം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. ഈ ബഹിരാകാശം എന്താണെന്ന് പറഞ്ഞേ? വായുരഹിതമാണ്. അപ്പൊ അവിടെ എന്തില്ല? വായുവില്ല. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ? വായുവില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് അനുഭവപ്പെടില്ല?
ഭാരം അനുഭവപ്പെടുന്നില്ല. ഭാരം അനുഭവപ്പെടില്ല. നമ്മളിപ്പോ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടല്ലേ, അപ്പൊ അതിനകത്തൊന്നും വെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാനോ ഒന്നും സാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം എന്താ, അവിടെ വായുവില്ല, ഭാരം അനുഭവപ്പെടുന്നില്ല. പിന്നെ എന്തില്ല, ജലം ഇല്ല. ഈ 3 പോയിന്റ് ഓർത്തിരിക്കുക. വായുവില്ല, ഭാരം അനുഭവപ്പെടുന്നില്ല, ജലമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കി, ചന്ദ്രൻ. ചന്ദ്രൻ രാത്രികാലങ്ങളിൽ ആകാശത്തെ ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതുമായി കാണുന്നത് ആരെയാണ്? ചന്ദ്രനെയാണ് അല്ലെ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഈ രണ്ട് സംഭവവും ഒന്ന് ഓർത്തിരിക്കുക. ഈ 2 പോയിന്റ് ആണ് ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ ആകാശത്തെ ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതുമായി കാണുന്നത് ചന്ദ്രനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ഏത്? ചന്ദ്രൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഭൂമി എന്ന ഗ്രഹത്തെ ആര് ചുറ്റുന്നു? ചന്ദ്രൻ ചുറ്റുന്നു. നമുക്കറിയാം ഭൂമി എന്ന ഗ്രഹത്തെ ആരാണ് ചുറ്റുന്നത്? ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുവാണ് ചെയ്യുന്നത് അല്ലെ. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ചന്ദ്രൻ ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് എന്ത്? ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ചന്ദ്രൻ ആരുടെ ഉപഗ്രഹമാണ്? ഭൂമിയുടെ ഉപഗ്രഹമാണ്. അപ്പൊ ഭൂമിയുടെ ഉപഗ്രഹം ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് ചന്ദ്രനാണ് എന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയോ? ഭൂമി എന്ന ഗ്രഹത്തെ ആര് ചുറ്റുന്നു? ചന്ദ്രൻ ചുറ്റുന്നു. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ബുധൻ, ഭൂമി, വ്യാഴം എന്നിങ്ങനെ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. ഈ ഗ്രഹങ്ങളെ ചുറ്റുന്നവയെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഉപഗ്രഹങ്ങൾ എന്നാണ്. ഉപഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. ഭൂമിയുടെ ഉപഗ്രഹം ആരാണെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രനാണ്. ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചന്ദ്രൻ പ്രകാശിക്കുന്നതായി തോന്നും അല്ലെ. ചന്ദ്രൻ പ്രകാശിക്കുന്നതായി തോന്നും, അല്ലെങ്കിൽ ചന്ദ്രന്റെ വെളിച്ചം നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നും. അതെന്തുകൊണ്ടാണ്? സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ചന്ദ്രന്റെ പ്രകാശമല്ല, സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശമായിട്ട് നമ്മൾ കാണുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു, അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് എന്ത്? ഉപഗ്രഹങ്ങൾ. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ ഉപഗ്രഹം ആരാണ്? ചന്ദ്രനാണ്. കാരണം ഭൂമിയെ ചുറ്റുന്ന ഗ്രഹം ഏതാണ്? ഭൂമി എന്ന ഗ്രഹത്തെ ആര് ചുറ്റുന്നു? ചന്ദ്രൻ ചുറ്റുന്നു. ക്ലിയർ ആയല്ലോ? ഭൂമിയുടെ ഉപഗ്രഹം ആരാണെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രനാണ്. ഭൂമിയുടെ ഉപഗ്രഹം ആരാണ്? ചന്ദ്രനാണ്. ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ. ഇനി സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നത് മൂലമാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി എന്ത് ചെയ്യുന്നു? പ്രതിഫലിക്കുന്നു. റിഫ്ലക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നു. അതുമൂലമാണ് ചന്ദ്രന്റെ പ്രകാശമായിട്ട് നമുക്ക് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചന്ദ്രന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഒന്ന്, ഗോളാകൃതിയാണ്. നമുക്കറിയാം ചന്ദ്രൻ എന്താണ്? ഗോളാകൃതിയാണ്. സ്വയം പ്രകാശിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, സ്വയം പ്രകാശിക്കുന്നില്ല. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടിയാണ് അത് എന്ത് ചെയ്യുന്നത്? നമുക്ക് പ്രകാശിക്കുന്നതായി തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്വയം പ്രകാശിക്കുന്നില്ല. സ്വയം പ്രകാശിക്കുന്നില്ല. ജസ്റ്റ് ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ഏത്? ചന്ദ്രൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ഏത്? ചന്ദ്രൻ. അപ്പൊ ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ഏത്? ചന്ദ്രൻ എന്ന് പറയുന്നത്. ചന്ദ്രൻ. അതേപോലെ തന്നെ ചന്ദ്രൻ എന്താണെന്ന് അറിയാമോ? സ്വയം തിരിയുകയാണ് ചെയ്യുന്നത്. ഭ്രമണമാണ് ചെയ്യുന്നത്, പരിക്രമണമല്ല, ഭ്രമണമാണ്. സ്വയം തിരിയുന്നു. അതേപോലെ തന്നെ ഭൂമിയെ എന്ത് ചെയ്യുന്നു? ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു. ഭൂമിയെ എന്ത് ചെയ്യുന്നു? ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു. ഇത്രയും പോയിന്റ് ഒന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ? ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ?
ചന്ദ്രന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഗോളാകൃതിയാണ്, സ്വയം പ്രകാശിക്കുന്നില്ല, സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശമായി നമുക്ക് ഫീൽ ചെയ്യുന്നത്, തോന്നുന്നത്. അതേപോലെ തന്നെ ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹം അല്ലെങ്കിൽ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ഏത്? ചന്ദ്രൻ എന്ന് പറയുന്നത്. സ്വയം തിരിയുന്നു, അതേപോലെ തന്നെ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു, ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഉപഗ്രഹങ്ങൾ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കി, ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് ഏത്? സൂര്യൻ. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചന്ദ്രൻ അവിടെ കഴിഞ്ഞു. അടുത്ത നമ്മൾ സൂര്യനാണ്. ചന്ദ്രന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ചന്ദ്രന്റെ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞു. അതെല്ലാം അവിടെ കഴിഞ്ഞു. അടുത്ത നമ്മൾ സൂര്യനിലേക്ക് വരികയാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് ഏത്? സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന എന്തുണ്ട്? ഗ്രഹങ്ങളുമുണ്ട്, ഉപഗ്രഹങ്ങളുമുണ്ട്. നമ്മളത് വരും. ഉപഗ്രഹങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം നമ്മൾ പഠിക്കും. നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാം? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് എന്ത്? നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഓർത്തിരുന്നോളുക. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് ഏത്? നക്ഷത്രങ്ങൾ. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നുണ്ടോ? ഇല്ല. പഠിച്ചു വെച്ചോളുക. നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ്. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നില്ല? സ്വയം പ്രകാശിക്കുന്നില്ല. സ്വയം പ്രകാശിക്കുന്നില്ല. അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതിനായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ നമ്മൾ പഠിച്ചു. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നില്ല? സ്വയം പ്രകാശിക്കുന്നില്ല. അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായും തോന്നുന്നു, അല്ലെ? നമുക്കതറിയാം. നമ്മൾ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? മിന്നുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ മറ്റേത് മിന്നുന്നുണ്ടോ? മിന്നുന്നില്ല. കാരണം എന്താ? അതിന് സ്വയം പ്രകാശിക്കുമല്ല, അത് പ്രതിഫലനമാണ്. പക്ഷെ നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ക്ലിയർ ആയി ഇത്രയും കാര്യങ്ങൾ? ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചിരുന്നോളുക. ഈ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചിരുന്നോളുക. ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു താരതമ്യമൊക്കെ വരാം. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ ഓർത്തിരിക്കുക. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നില്ല? സ്വയം പ്രകാശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. സൗരയുധം, സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം ഇപ്പോഴേ പറയാം, നമുക്ക് ഇതിനകത്തുള്ള സോളാർ സിസ്റ്റം മാത്രം പോരാ. ഇനി വരും ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ SCRT ചാപ്റ്റേഴ്സ് വർക്കൗട്ട് ചാലഞ്ച് നടത്തും. അപ്പൊ അതിനകത്ത് ഇതിന്റെ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വേണം നമ്മൾ ഇപ്പോൾ പഠിച്ചു പോകാൻ. ഞാൻ ഇതിനകത്ത് കൂടുതൽ നിങ്ങളെ കൺഫ്യൂഷൻ ഒന്നും ആക്കുന്നില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും ക്ലാസ്സിൽ പറയും. കാരണം ഇതാണ് ബേസ്. ഈ ബേസ് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ സൗരയുധത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നോക്കിയേ, സൗരയുധം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം. എന്താണ് സൗരയുധം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്? സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയുധം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് ഒരു സൗരയുധം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം. ആ ഒരു ഡെഫിനിഷൻ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. സൂര്യനുണ്ട്, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളുണ്ട്, അവയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുണ്ട്, മറ്റനേകം വസ്തുക്കളുണ്ട്. ഇവയെല്ലാം കൂടി ചേരുന്നതാണ് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയുധം എന്ന് പറയുന്നത്. നമുക്കറിയാം, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് നമ്മൾ പഠിച്ചു. അപ്പം ചന്ദ്രൻ എന്തിനെ ചുറ്റുന്നു? ഭൂമിയെ ചുറ്റുന്നു. അതേപോലെ തന്നെ സൗരയുധത്തിലെ മറ്റു ഗോളങ്ങളും ആരെ ചുറ്റുന്നുണ്ട്? സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളുടെ ഈ ഒരു സഞ്ചാര പാതയെ പറയുന്ന പേരാണ്
പരിക്രമണ പദം അല്ലെങ്കിൽ ഓർബിറ്റ് എന്നത്, ഓർബിറ്റ് ഒരു സഞ്ചാരപാത അല്ലെങ്കിൽ ഒരു പരിക്രമണ പദം എന്നതാണ് ഓർബിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സഞ്ചാരപാത, ഇവയ്ക്കെല്ലാം സഞ്ചരിക്കാൻ ഒരു പാത വേണം. ആ ഒരു സഞ്ചാര പദമാണ് അല്ലെങ്കിൽ ഒരു പരിക്രമണ പദമാണ് ഓർബിറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താ സോളാർ സിസ്റ്റം? സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. അപ്പൊ നമുക്ക് നോക്കാം, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങൾ, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ 8 ഗ്രഹങ്ങളുണ്ട്. നേരത്തെ 9 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോൾ 8 എണ്ണമാണ്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത് ഇത്രയുമാണ് സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ 8 എണ്ണത്തിന്റെയും പേര് ഓർത്തിരുന്നോളുക. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതിനകത്ത് സാന്ദ്രത കൂടിയ ഗ്രഹം ചോദിക്കാം, അല്ലെങ്കിൽ ചൂട് കൂടിയ ഗ്രഹം ചോദിക്കാം. അതൊക്കെ വരും, അതൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പോൾ ഈ ഗ്രഹങ്ങളുടെ പേര് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരുന്നോളുക. അപ്പൊ നോക്കി, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 8 എണ്ണമാണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ, മെർക്കുറി, ശുക്രൻ, വീനസ്, ഭൂമി, എർത്ത്, ചൊവ്വ, മാക്സ്, വ്യാഴം, ജൂപ്പിറ്റർ, ശനി, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ക്ലിയർ ആയോ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത് ഇത്രയുമാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും വലിയ ഗ്രഹവും ഏറ്റവും ചെറിയ ഗ്രഹവും ഇപ്പൊ തന്നെ പഠിച്ചു പോയിക്കോളുക. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും വലിയ ഗ്രഹം ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴമാണ്. ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം. അപ്പം ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധൻ അല്ലെങ്കിൽ മെർക്കുറിയാണ്. മെർക്കുറിയാണ് ഏറ്റവും ചെറിയ ഗ്രഹം. ഈ 2 കാര്യങ്ങളൊന്ന് പഠിച്ചോളുക. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം അല്ലെങ്കിൽ ജൂപ്പിറ്റർ. ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ അല്ലെങ്കിൽ മെർക്കുറി. ഓക്കെ ആണല്ലോ? ഇനി പ്ലൂട്ടോയ്ക്ക് സൗരയൂഥ ഗ്രഹ പദവി നഷ്ടപ്പെട്ട വർഷം. നമുക്കറിയാം 9 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ, അതിലൊന്നാണ് പ്ലൂട്ടോ. എന്നാൽ പ്ലൂട്ടോയ്ക്ക് അതിന്റെ പരിക്രമണ പദം അത് വിട്ടുപോകുന്നത് കൊണ്ട് തന്നെ, അത് അതിൽ തന്നെ സഞ്ചരിക്കാത്തത് കൊണ്ട് അതിനെ അതിൽ നിന്ന് മാറ്റി നിർത്തി. അങ്ങനെയെങ്കിൽ പ്ലൂട്ടോയ്ക്ക് സൗരയൂഥ ഗ്രഹ പദവി നഷ്ടപ്പെട്ട വർഷം ഏതാണ്? 2006 ഓഗസ്റ്റ് 26 ആണ്. 2006 ഓഗസ്റ്റ് 26. 2006 ഓഗസ്റ്റ് 26. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോളുക. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8. ഏതൊക്കെ ഗ്രഹങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. പ്ലൂട്ടോയ്ക്ക് അതിന്റെ പദവി നഷ്ടപ്പെട്ട, സൗരയൂഥ ഗ്രഹ പദവി നഷ്ടപ്പെട്ട വർഷം 2006 ഓഗസ്റ്റ് 26. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്? നോക്കിക്കേ, ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യ നിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയും. നമുക്കറിയാം, നമ്മൾ ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ് ആര്യഭട്ട, അല്ലെ? ആര്യഭട്ട എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കൃത്രിമോപഗ്രഹങ്ങളാണ് GPS അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇത് ഈ ഇടയ്ക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിച്ചതാണ് GPS. കേട്ടോ, GPS പഠിച്ചു വെച്ചോളുക. GPSന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെച്ചോളുക. ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ പറയാണ്. എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്? കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ നിർമ്മിത യന്ത്രങ്ങളെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിരുന്നു ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19
ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. 1975 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിച്ചത്. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങളാ. അങ്ങനെയാണ് എങ്കിൽ അപ്പം GPS-ന്റെ ഫുൾ ഫോം കൂടെ ഓർത്തിരുന്നോണേ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. കൃത്രിമോപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന മറ്റ് സേവനങ്ങൾ എന്തെല്ലാമാണ്? കൃത്രിമ ഉപഗ്രഹങ്ങൾ നൽകുന്ന, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നൽകുന്ന മറ്റ് സേവനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുന്നു, പഠിച്ചു വെച്ചോളുക. രണ്ട്, കാലാവസ്ഥ പ്രവചനത്തിന് സഹായിക്കുന്നു. മൂന്ന്, വിദൂര സംവേദനം, ആശയവിനിമയം, ഗതി നിർണയം, ശാസ്ത്ര പര്യവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലുകളും രേഖപ്പെടുത്തലും, ദെൻ പ്രതിരോധം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നൽകുന്ന സേവനങ്ങൾ. അപ്പൊ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. എന്തൊക്കെയാണ്? വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുന്നു, കാലാവസ്ഥ പ്രവചനത്തിന് സഹായിക്കുന്നു, വിദൂര സംവേദനം, ആശയവിനിമയം, ഗതി നിർണയം, ശാസ്ത്ര പര്യവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകളുടെ കണ്ടെത്തലും രേഖപ്പെടുത്തലും, പ്രതിരോധം. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിരുന്നോളുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങൾ. നമുക്ക് കൃത്രിമോപഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിലൊന്നാണ് ഇൻസാറ്റ്. ഇൻസാറ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ വാർത്താ വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ്. ഈ ബോക്സ് SCERT ടെക്സ്റ്റ് ബുക്കിലെ ബോക്സ് ആണ്, പഠിച്ചോളുക. എഡ്യൂസാറ്റ്, പേരിനകത്ത് തന്നെ ഉണ്ടല്ലേ, എഡ്യൂക്കേഷൻ. എഡ്യൂസാറ്റ് എന്തിനു വേണ്ടിയുള്ളതാണ്? വിദ്യാഭ്യാസം. എഡ്യൂസാറ്റ് ഓർത്തിരിക്കാൻ, വിദ്യാഭ്യാസം. ദെൻ അടുത്തത് IRNSS. IRNSS എന്തിനു വേണ്ടിയുള്ളതാണെന്ന് അറിയാമോ? ഗതി നിർണയത്തിന് വേണ്ടിയുള്ളതാണ് IRNSS. GPS-ന് സമാനമായ ഒരു ഇന്ത്യൻ സംവിധാനമാണ് IRNSS. IRNSS എന്തിനു വേണ്ടിയാണ്? ഗതി നിർണയത്തിന് വേണ്ടിയാണ്. നമുക്ക് GPS അറിയാലോ, പൊസിഷനിങ് വേണ്ടിയുള്ളതാണ്. അതേപോലെ തന്നെയാണ് IRNSS, ഗതി നിർണയത്തിന് വേണ്ടിയുള്ളതാണ്. ദെൻ അടുത്തത് കാർട്ടോസാറ്റ് എന്തിനു വേണ്ടിയുള്ളതാണ്? ഭൗമ നിരീക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. ആസ്ട്രോസാറ്റ് എന്തിനു വേണ്ടിയുള്ളതാണ്? ആസ്ട്രോസാറ്റ്, ആ പേര് വെച്ചാൽ നമുക്ക് ആസ്ട്രോനേറ്റ് അങ്ങനെ തന്നെ പഠിക്കാലോ. അപ്പം ജ്യോതിശാസ്ത്ര പഠനം. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. അടുത്തത് GSAT 7-ഉം എമിസാറ്റും എന്തിനു വേണ്ടിയുള്ളതാണോ? പ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ്. പ്രതിരോധം. അപ്പൊ ഒന്നുകൂടെ പറയാം, പഠിച്ചു വയ്ക്കോളുക. ഇൻസാറ്റ് വാർത്താവിനിമയം. അടുത്ത വട്ടം നമ്മൾ എക്സാം ഇടും, എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കണം. അപ്പൊ ഇൻസാറ്റ് എന്താണ്? വാർത്താവിനിമയം. എഡ്യൂസാറ്റ് എന്താണ്? വിദ്യാഭ്യാസം. IRNSS ഗതി നിർണയം. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. GSAT 7 അല്ലെങ്കിൽ എമിസാറ്റ് എന്താണെന്ന് അറിയാമോ? പ്രതിരോധമാണ്. പ്രതിരോധം. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കി, IRNSS നമ്മൾ മുമ്പ് പഠിച്ചു അല്ലെ? IRNSS എന്തിനു വേണ്ടിയുള്ളതാണ്? ഗതി നിർണയത്തിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു. നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് എന്ത്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അല്ലെങ്കിൽ IRNSS. പഠിച്ചു വെച്ചോളുക, ഫുൾ ഫോം പഠിച്ചു വെച്ചോളുക. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ് IRNSS. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണിത്. അപ്പം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മൾ പഠിക്കുന്നത് റോക്കറ്റുകളാണ്. ഗ്രഹങ്ങൾ പഠിച്ചു, ഉപഗ്രഹങ്ങൾ പഠിച്ചു, ചന്ദ്രൻ പഠിച്ചു, സൂര്യൻ പഠിച്ചു, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് പറഞ്ഞു. ഇനി അടുത്തത് റോക്കറ്റുകളാണ്. റോക്കറ്റുകൾ നമുക്കറിയാം, ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്തെത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് എന്ത്? റോക്കറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താ റോക്കറ്റ്? ഉപഗ്രഹങ്ങളുണ്ട്, ബഹിരാകാശ പേടകങ്ങളുണ്ട്. ഇവയെല്ലാം ബഹിരാകാശത്തെത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് എന്ത്? റോക്കറ്റുകൾ എന്ന് പറയാം. നമുക്ക് പറയാം റോക്കറ്റ് വിക്ഷേപിച്ചു അല്ലെ? തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപിച്ചു, ശ്രീഹരിക്കോട്ടയിൽ റോക്കറ്റ് വിക്ഷേപിച്ചു. ഏത് റോക്കറ്റാ വിക്ഷേപിച്ചെന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ എന്താ? ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്തെത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് എന്ത്? റോക്കറ്റുകൾ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, നമ്മൾ അത്രയും ഒന്ന് ഓർത്തിരിക്കുക. ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അറിയാലോ. അപ്പം എന്താണിത്?
നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ അതേപോലെ തന്നെ അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു ബഹിരാകാശ സ്ഥാപനമാണ് ISRO. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ്, നമ്മൾ പറഞ്ഞു എന്താ ഇന്ത്യയുടെ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്തെത്തിക്കുന്ന വാഹനമാണ് റോക്കറ്റ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? നൈക്ക് അപ്പാച്ചെയാണ് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് നൈക്ക് അപ്പാച്ചെ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റ് ഏതാണെന്ന് അറിയാമോ? വിക്രം S ആണ്. രണ്ട് കാര്യങ്ങളെ പറഞ്ഞോളൂ. രണ്ട് കാര്യങ്ങൾ പഠിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് നൈക്ക് അപ്പാച്ചെ, ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്രം S. റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ്. അതിനുദാഹരണമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും സതീഷ് ധവാൻ സ്പേസ് സെന്റർ, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? നൈക്ക് അപ്പാച്ചെ ആണ്. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റ് ഏതാണ്? വിക്രം S ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഇതിനകത്ത് കണ്ടോ, ആദ്യത്തെ 2 സെന്റൻസ് നമുക്ക് എവിടെ തന്നിട്ടുണ്ട്? ആദ്യത്തെ 3 സെന്റൻസ് നമുക്ക് SCRT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ബാക്കി ഫില്ല് ചെയ്യാനാണ്. അപ്പൊ ഒന്ന് നോക്കിയേ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. നോക്കൂ, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ 3 പോയിന്റ് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഏത്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. 1963 നവംബർ 21 സ്ഥാപിതമായി. അപ്പം നിങ്ങൾ ഈ 3 പോയിന്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കാരണം ഈ 3 പോയിന്റ് SCRT ടെക്സ്റ്റ് ബുക്കിലെയാണ്. ബാക്കിയും പഠിക്കണം. എന്നാൽ ഈ 3 പോയിന്റ് മറക്കാതെ ഓർത്തിരിക്കുക. ഏതൊക്കെയാ? ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1963 നവംബർ 21 ഇത് സ്ഥാപിതമായത്. 1963 നവംബർ 21. ഭൂമിയുടെ കാന്തിക ഭൂമധ്യ രേഖയ്ക്ക് സമീപത്താണ് ഈ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ സ്ഥാനം. തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നും ഇത് അറിയപ്പെടുന്നു. ഈ പേരൂടൊന്ന് ഒന്ന് ഓർത്തിരിക്കാം. വിക്രം സാരാഭായുടെ ഓർമ്മയ്ക്കായി 1972 വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പേര് നൽകി. അപ്പൊ വിക്രം സാരാഭായുടെ ഓർമ്മയ്ക്കായി തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് നൽകി. അടുത്തത് നമ്മൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് അല്ലെ. എന്തൊക്കെയാ കൊടുത്തേക്കുന്നത്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2 വിക്ഷേപണ തറകളുണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 2, 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. 2 വിക്ഷേപണ തറകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ എവിടെയാണ് നടക്കുന്നത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിലാണ് നടക്കുന്നത്. ഭൂമധ്യരേഖയ്ക്ക് അടുത്തു വരുന്ന സ്ഥലമായതിനാൽ ഉപഗ്രഹ വിക്ഷേപണത്തിന് സഹായകമായ അധിക കേന്ദ്രീകൃത ബലം നമുക്ക് ഈ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പഠിച്ചിരിക്കുക, സതീഷ് ധവാൻ സ്പേസ് സെന്ററും പഠിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ വിക്രം സാരാഭായിയെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായ് ആണ് അല്ലെ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം തിരുവനന്തപുരം ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നും ചന്ദ്രയാന്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകി. ചന്ദ്രയാന്റെ ലാൻഡറിന് വിക്രം എന്ന് പേര് നൽകിയതും അതേപോലെ തന്നെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് തുമ്പ ഗവേഷണ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പേര് നൽകിയതും ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ്. അടുത്ത രണ്ടാമത്തത് സതീഷ് ധവാൻ. ഇസ്രോയുടെ ചെയർമാൻ ആയിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന്
പേര് നൽകിയത് ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ്. ക്ലിയർ ആയല്ലോ ഇത് രണ്ടും? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്, ISROയുടെ ആദ്യ ചെയർമാൻ, ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇതെല്ലാം എന്താണ്? അതേപോലെ തന്നെ വിക്രം സാരാഭായിയോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നും ചന്ദ്രയാന്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നോളുകെ. നമ്മൾ ടെസ്റ്റിൽ പറഞ്ഞ സെയിം സാധനമാണ്. ദെൻ സതീഷ് ധവാൻ ISROയുടെ ചെയർമാൻ ആയിരുന്നു. ഇന്ത്യയുടെ തനതായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് 2002 ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് ലഭിച്ചു. അത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാം. ദെൻ അടുത്ത് നമ്മൾ പറയുന്നത് ചാന്ദ്രയാത്രകളാണ്. ചാന്ദ്രയാത്രകൾ, ഒരുപാട് പേര് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് അല്ലെ? അതാണ് പറയുന്നത്, ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിൽ എത്താൻ മനുഷ്യന് എന്നും ആഗ്രഹമുണ്ടായിരുന്നു. 1969 ജൂലൈ 21 ഈ സ്വപ്നം സഫലമായത്. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൻഡ്രിൽ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത്. മൈക്കൽ കൊളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ചാന്ദ്ര ദൗത്യം, ആദ്യത്തെ ചാന്ദ്ര ദൗത്യമാണ് നമ്മൾ പറയുന്നത് 1969 ജൂലൈ 21. 1969 ജൂലൈ 21. ഇത് 1960 തുടങ്ങിയ യാത്രയാണ്. മീൻസ് 60 ഈ ഒരു നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായിട്ട് ഇതൊരു നേട്ടം കൈവരിക്കാനായത്. എവിടെയാണ്? അമേരിക്കയുടെ നാസയുടെ പേടകമായ അപ്പോളോ 11 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൻഡ്രിലും ആദ്യമായിട്ട് ചാന്ദ്രയാത്ര സഫലീകരിച്ചത്, ആദ്യമായി ചന്ദ്രനിൽ എത്തിയത്. അതേപോലെ തന്നെ മൈക്കൽ കൊളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. ക്ലിയർ ആയോ? അപ്പൊ ഇതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ, പഠിച്ചിരുന്നോളുക. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ചാന്ദ്ര ദൗത്യം, ആദ്യമായിട്ട് ചാന്ദ്ര ദൗത്യത്തിൽ പോയത് നീൽ ആംസ്ട്രോങ്, ദെൻ എഡ്വിൻ ആൻഡ്രിൽ, അത് നിയന്ത്രിച്ചത് മൈക്കൽ കൊളിൻസ്. ഏതാണ് ആ പേടകം? അപ്പോളോ 11. ആരുടെയാ? അമേരിക്കയുടെ നാസയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെയാണ് അപ്പോളോ 11. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബഹിരാകാശ വാരം ഒന്ന് നോക്കിയിരിക്കുക. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആദ്യത്തെ കൃത്രിമോപഗ്രഹം. നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? സ്പുട്നിക് 1. ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. അപ്പൊ ബഹിരാകാശ വാരം ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ബഹിരാകാശ വാരം. സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെയും 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായാണ് ഈ വാരാചരണം നടത്തുന്നത്. അപ്പൊ എന്നാണ് ബഹിരാകാശ വാരം എന്ന് പറയുന്നത്? ഒക്ടോബർ 4 മുതൽ 10 വരെ. ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരം ഓർത്തോളുക. ഒക്ടോബർ 4 to ഒക്ടോബർ 10. ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ് കേട്ടോ. ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ഓർത്തിരിക്കാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങളാണ്. നമ്മൾ ആദ്യത്തെ ചാന്ദ്ര യാത്ര പറഞ്ഞു. ആരൊക്കെയായിരുന്നു? നീൽ ആംസ്ട്രോങ്ങും അതേപോലെ തന്നെ മൈക്കൽ നിയന്ത്രിച്ച പേടകമാണ് അപ്പോളോ 11. അതെല്ലാം നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ചാന്ദ്രയാൻ എന്ന പേരിൽ നമ്മുടെ രാജ്യം ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ചന്ദ്രയാൻ എന്ന പേരിൽ നമ്മുടെ രാജ്യം ചാന്ദ്ര ദൗത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 1. നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ഏത്? ചന്ദ്രയാൻ 1. അപ്പൊ ചന്ദ്രയാൻ 1 എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. അപ്പം ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22. നിങ്ങൾ എഴുതുമ്പം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകുമ്പോൾ ഹെഡിങ് ചന്ദ്രയാൻ 1 കൊടുക്കുക. ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം
സെക്കൻഡ് പോയിന്റ് 2008 ഒക്ടോബർ 22 ബ്രാക്കറ്റിൽ ശ്രീഹരിക്കോട്ട. ഇത്രേ എഴുതാവൂ. ഇത് കൂടുതൽ വിശദീകരിച്ച് എഴുതിക്കൊണ്ട് നിൽക്കരുത്. അടുത്ത ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് ചന്ദ്രന്റെ ഉപരിതലം. ചന്ദ്രയാൻ 1 എന്തിനെ പറ്റിയ ചർച്ച നടത്തിയത്, അല്ലെങ്കിൽ പരീക്ഷണം നടത്തിയത്, അല്ലെങ്കിൽ പഠനം നടത്തിയത്? ചന്ദ്രന്റെ ഉപരിതലത്തെ പറ്റി 3 പോയിന്റ് നമ്മൾ പഠിച്ചു. ഈ 3 പോയിന്റ് ഇവിടെ ഈ പാരഗ്രാഫ് ആയിട്ട് കൊടുത്തേക്കുന്നത്. 3 പോയിന്റ് പഠിച്ചാൽ മതി. ഒന്ന്, ആദ്യ ചന്ദ്ര പര്യവേഷണ ദൗത്യം. 2, 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ട. 3, ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് പഠനം നടത്തി. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ പോവാണ് ചന്ദ്രയാൻ 2, ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യം അല്ലെ. അപ്പൊ രണ്ടെന്ന് ഇട്ടാ മതി. ചന്ദ്രയാൻ 2 നമുക്കത് ഓർക്കാലോ. അടുത്ത പോയിന്റ് 2019 ജൂലൈ 22 ഇത് വിക്ഷേപിച്ചത്. 2019 ജൂലൈ 22. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഈ ചന്ദ്രയാൻ 2ന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും, ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ചന്ദ്രയാൻ 2ന്റെ ലക്ഷ്യം. ചന്ദ്രയാൻ 1 ഉപരിതലത്തെ പറ്റി പഠനം നടത്തുകയായിരുന്നു. ചന്ദ്രയാൻ 2 എന്താണ്? ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുന്നതായിരുന്നു ചന്ദ്രയാൻ 2ന്റെ ലക്ഷ്യം. അടുത്ത ചന്ദ്രയാൻ 3, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ് ചോദിച്ചാൽ അത് ചന്ദ്രയാൻ 3 ആണ്. ഇതെന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14 ഇത് വിക്ഷേപിച്ചത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. അപ്പൊ ചന്ദ്രയാൻ 1, 2, 3 പഠിച്ചല്ലോ. 1, 2, 3 പഠിച്ചല്ലോ. ഏതൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. ആദ്യ ചന്ദ്ര പര്യവേഷണ ദൗത്യം 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ട. 3, ചന്ദ്രന്റെ ഉപരിതലം. അടുത്ത രണ്ടാമത്തെ ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യം. 2019 ജൂലൈ 22 വിക്ഷേപണം. അതേപോലെ തന്നെ ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുന്നതായിരുന്നു ലക്ഷ്യം. ചന്ദ്രയാൻ 3, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ, അതിന്റെ പോയിന്റിന്റെ പേരൊക്കെ നമ്മൾ പഠിക്കും. അതൊക്കെ നമ്മൾ വരും ക്ലാസ്സിൽ പഠിക്കും. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ആ ബേസ് ഒന്ന് പഠിച്ചു വെക്കുക. ഇതിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് പഠിക്കുക. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. അതിൽ നിന്നുള്ള റോവറാണ് ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. അടുത്ത മറ്റ് ഇന്ത്യൻ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 മംഗൾയാൻ. മംഗൾയാന്റെ ലക്ഷ്യം ചൊവ്വ പര്യവേഷണം. മംഗൾയാൻ ചൊവ്വ പര്യവേഷണം. ആദിത്യ L1 സൗര പര്യവേഷണം. ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണം. 3 പേരുടെ പഠിക്കാം. 1 മംഗൾയാൻ. ചന്ദ്രയാൻ നമ്മൾ പഠിച്ചു, ചാന്ദ്ര ദൗത്യമായിരുന്നു. അടുത്ത മംഗൾയാൻ എന്താ? മംഗൾയാൻ ചൊവ്വ പര്യവേഷണം. ആ പേര് വെച്ച് തന്നെ ഓർത്തിരിക്കാം. മംഗൾയാൻ ചൊവ്വ പര്യവേഷണം. അടുത്ത ആദിത്യ L1 സൗര പര്യവേഷണമാണ്. ഈ ഇടയ്ക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാം ചോദിച്ചാണ് ആദിത്യ L1 കേട്ടോ, ഇപ്പം ചോദിച്ചിട്ടുള്ളതാണ്. ആദിത്യ L1 സൗര പര്യവേഷണം. അടുത്തത് ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ മാത്രം ജസ്റ്റ് നമ്മൾ ഈ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞു പോവാണ്. അഡീഷണൽ പോയിന്റ് ആയിട്ട് ഈ 3 എണ്ണം, മംഗൾയാൻ, ആദിത്യ L1, ഗഗൻയാൻ, ഈ 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്നാമത്തത് മംഗൾയാൻ. ഓർത്തോളുക, എന്നാണ് വിക്ഷേപിച്ചത്? 2013 നവംബർ 5 ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യമാണ് മാസ് ഓർബിറ്റൽ മിഷൻ അല്ലെങ്കിൽ മംഗൾയാൻ എന്ന് പറയുന്നത്. 2013 നവംബർ 5 ഇന്ത്യ വിക്ഷേപിച്ചു. അത്രയും മാത്രം ഓർത്താൽ മതി. 2013 നവംബർ 5. മാസ് ഓർബിറ്റൽ മിഷൻ അനൗദ്യോഗികമായി മംഗൾയാൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര ദൗത്യമാണ് മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് 2014 സെപ്റ്റംബർ 24 ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് ഇതാണ്.
ചൊവ്വ ദൗത്യത്തിൽ ഏർപ്പെടുന്ന 5ാമത്തെ രാജ്യമാണ് ഏത്? ഇന്ത്യ എന്ന് പറയുന്നത്. ചൊവ്വ ദൗത്യത്തിൽ ഏർപ്പെടുന്ന 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചൊവ്വയിലെ ജലസാന്നിധ്യം, അന്തരീക്ഷ ഘടന, അണുവികിരണ സാന്നിധ്യം എന്നിവയെ കുറിച്ച് പഠിക്കുന്നതിനാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. മംഗൾയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് PSLV ആണ്. അതേപോലെ തന്നെ 7 നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് മംഗൾയാൻ പേടകത്തിനുള്ളത്. ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത നമ്മൾ ഗഗൻയാൻ പറയാണ്. ഗഗൻയാൻ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഗഗൻയാൻ. 2020-ലും 2021-ലും മനുഷ്യരില്ലാത്ത പേടകങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ച ശേഷം 2021 അവസാനത്തോടെ മനുഷ്യരെ ഉൾപ്പെടുത്തി പേടകങ്ങൾ ബഹിരാകാശത്ത് എത്തിക്കാനായിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇത് 2026 വരെ നീളുമെന്നാണ് അറിയപ്പെടുന്നത്. നിലവിൽ ടെക്നോളജി ഡെമോൺസ്ട്രേഷനും ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള പരിശീലനവുമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, യാത്രികരെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന റോക്കറ്റ് ഏതാണ്? LVM ആണ്. LVM 3 ആണ്. 7 ദിവസം യാത്രക്കാർ ബഹിരാകാശത്ത് തങ്ങുന്നതോടെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും. അതിനു മുമ്പുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങളാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ചിട്ടുള്ളത്. ISROയും റഷ്യൻ സ്പേസ് ഏജൻസി ആയ റോസ്കോസ്മോസും ഒരുമിച്ചാണ് ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ജസ്റ്റ് ആ ഒരു പേര് ഒന്ന് ഓർത്തിരിക്കുക. വിക്ഷേപിച്ചത് എന്നാണ് ഇത് തുടങ്ങിയത് എന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ പറയുന്നത് ആദിത്യ L1 ആണ്. ഓർത്തിരുന്നോളുക. ആദിത്യ L1 ഈ വട്ടം കോമ്പറ്റീറ്റീവ് എക്സാം ചോദിച്ചാണ്. ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഒബ്സർവേറ്ററി ക്ലാസ് ദൗത്യമാണ് ആദിത്യ L1. സൗരാന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാനുള്ള കൊറോണോഗ്രാഫി ബഹിരാകാശ പേടകമാണിത്. അപ്പം സൗരാന്തരീക്ഷത്തെ പറ്റി പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആദിത്യ L1. അത് ഓർത്തിരിക്കുക കേട്ടോ. സൗരാന്തരീക്ഷം. ISROയും വിവിധ ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങളും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത അനുബന്ധ ഉപകരണങ്ങൾ പേടകത്തിനുണ്ട്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലഗ്രോഷ്യൻ പോയിന്റ് 1 ചുറ്റുമുള്ള ഭ്രമണപഥത്തിലാണ് പേടകത്തെ നിലനിർത്തിയിരിക്കുന്നത്. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. അതുകൊണ്ടാണ് ഇപ്പൊ ചോദിക്കുന്നത്. ജസ്റ്റ് ഇപ്പൊ നടന്ന കാര്യമാണ് അല്ലെ, കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 വിക്ഷേപണ വാഹനം. ഓർത്തിരിക്കുക. ആദിത്യ L1ന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സൗരാന്തരീക്ഷത്തിന്റെ സംയോജനവും ചലനാത്മകതയും മനസ്സിലാക്കൽ, സൗരവാതത്തിന്റെ വിതരണം, താപനിലയെ കുറിച്ചുള്ള ഏറ്റക്കുറച്ചിലുകളെ കുറിച്ചുള്ള പഠനം, താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ കുറിച്ചുള്ള പഠനം, ബഹിരാകാശ കാലാവസ്ഥ, കൊറോണൽ ഹീറ്റിംഗ് എന്നിവയെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ലക്ഷ്യങ്ങളും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ഈ മംഗൾയാൻ, ഗഗൻയാൻ, ആദിത്യ L1 ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. കാരണം ഇപ്പം റീസെന്റ് ആയിട്ട് 2023 വിക്ഷേപിച്ചത് കൊണ്ട് തന്നെ ആദിത്യ L1 ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. ഈ ഇടയ്ക്കും കോമ്പറ്റീറ്റീവ് എക്സാം ചോദിച്ചിട്ടുള്ളതാണ് ആദിത്യ L1. അപ്പൊ ആ ഒരു ബോക്സുകളെല്ലാം കൃത്യമായിട്ട് SCRT തന്നിട്ടുള്ള ബോക്സുകളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ബോക്സിൽ തന്നിട്ടുള്ള ഒരു കാര്യവും വിടാതെ തന്നെ പഠിക്കുക. ക്ലിയർ ആയി ഇത്രയും കാര്യങ്ങൾ? അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു എക്സാം നടത്തും. 10 മാർക്കിന്റെ. ആ 10 മാർക്കിന്റെ എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.